വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ മാറാനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയോനേ, എൻ്റെ ഹൃദയത്തെ കവർന്നോനേ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച്. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ആമേൻ. ഹാനോക്കിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് പിന്നെ അടുത്ത ഒരു ചേഞ്ചിൻ്റെ കാലഘട്ടം തുടങ്ങുകയാണ്. അതിൻ്റെ ഇടയിൽ ഒത്തിരി വർഷങ്ങൾ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ നോഹയുടെ മാതാവും പിതാവും നോഹ ജനിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാണ് നമ്മളിവിടെ വായിച്ചത്. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈയുടെ പ്രയത്നത്തിനും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. ജനിച്ചതേ ഉള്ളൂ, പക്ഷെ മുൻപേ പ്രവചിച്ചു, എൻ്റെ തലമുറ ഇതായിരിക്കും, എൻ്റെ തലമുറ ഒരു അനുഗ്രഹമായിരിക്കും, എൻ്റെ തലമുറ ഒരാശ്വാസമായിരിക്കും, എൻ്റെ തലമുറ ഒരു സമാധാനമായിരിക്കും. പരിശുദ്ധാത്മാവിൽ ഇന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു, ചിലത് നല്ലത് നിങ്ങൾ പറഞ്ഞു തുടങ്ങുക. ശപിച്ച ഭൂമിയാണ്. ഇന്നലകളുടെ ചരിത്രങ്ങൾ നോക്കിയാൽ ഒത്തിരി നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. ദേശം മുഴുവനും തകർന്നു കിടക്കുകയാണ്. പക്ഷേ നോഹയുടെ മാതാപിതാക്കൾ പറഞ്ഞത്, അവർക്ക് വന്നതൊന്നും ഞങ്ങൾക്ക് വരത്തില്ല. ഇവന്റെ കാലഘട്ടത്തിൽ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും. സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ തകർന്നതായിരിക്കാം. ദൈവത്തെ വിശ്വസിച്ച് ചിലതങ്ങ് പറയുക. തലമുറയെ നോക്കി ചിലതങ്ങ് പറയുക. നോഹയെ നോക്കി പറഞ്ഞു, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. ഇവൻ നമ്മ ആശ്വാസകനായിരിക്കും, ഇവനൊരു സമാധാനമായിരിക്കും, ഇവനൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയും കേൾക്കുന്നത് പലപ്പോഴും എന്തൊരിടപാടാണ്, നിരാശകളും ദുഃഖങ്ങളും എന്തായിത്തീരും എന്നൊക്കെയാണെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അത്ഭുതങ്ങൾ പറഞ്ഞു തുടങ്ങുക, വചനം പറഞ്ഞു തുടങ്ങുക, ദൈവപ്രവൃത്തികൾ പറഞ്ഞു തുടങ്ങുക. സ്തോത്രം. ആമേൻ. അധരത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കും. അങ്ങനൊരു വചനമുണ്ട്, അധരഫലം നിങ്ങൾ അനുഭവിക്കും. സ്തോത്രം. കർത്താവ് നിങ്ങളെ അങ്ങനെ ചിലത് പറയാൻ ബൈബിൾ നമുക്ക് എപ്പോഴും നല്ല കാര്യങ്ങൾ പഠിപ്പിക്കും. അതിനെ പ്രാക്ടീസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. എനിക്ക് ഈ വചനം വായിച്ചപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ടായി. സ്തോത്രം. പലർ ജനിച്ചപ്പത്തേന് ചിലരൊക്കെ പേരുകൾ ഇട്ടതൊക്കെ വളരെ നിരാശയുടെ പേരുകളാണ്. അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചെന്ന് പറഞ്ഞ് യബ്ബേസ് എന്ന് പേരിട്ട വാക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ മകൻ ജനിച്ചപ്പത്തേന് അപ്പനും അമ്മയും പറഞ്ഞു, ഇവൻ വ്യസനപുത്രനൊന്നും അല്ല, ആശ്വാസപുത്രനാണ്.
ഹല്ലേലൂയ. ഓരോ ദിവസത്തെ നോക്കി നിങ്ങൾ പറയുക, ഓരോ സാഹചര്യങ്ങളെ നോക്കി നിങ്ങൾ പറയുക, ഓരോ സീസൺ നോക്കി പറയുക. ദൈവജനം അങ്ങനെയല്ല പറഞ്ഞേ, ഇന്ന് ദൈവം ഉണ്ടാക്കിയ ദിവസം, സന്തോഷിക്കുക. ആമേൻ. ഈ ദിവസം ദൈവം ഉണ്ടാക്കിയത്, അതുകൊണ്ട് സന്തോഷിക്കുക. ഹല്ലേലൂയ. ഈ തലമുറ ദൈവം എനിക്ക് തന്നതാ, സന്തോഷിക്കാം. ഈ ജോലി കർത്താവ് എനിക്ക് തന്നതാ, അതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഈ തലമുറയെ ദൈവം എനിക്ക് തന്നതാ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഈ ഭവനം ദൈവം എനിക്ക് തന്നതാ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. ഈ ചർച്ച ദൈവം എനിക്ക് തന്നതാ, ഞാൻ അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. അതിൻ്റെ ഉറവിടം ദൈവമായതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സഹോദരങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന സകല നന്മകളുടെയും ഉറവിടം ദൈവമല്ലേ? പിന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാതിരിക്കുമോ? ദൈവം എന്തെങ്കിലും തരുന്നത് നിങ്ങൾ അനുഗ്രഹിക്കുവാനാണ്. അത് നിങ്ങൾ വാ കൊണ്ട് പറയുമ്പോൾ അതിന് ഇരട്ടി മാനമാണ്. യെസ്, ചിലത് പറഞ്ഞു തുടങ്ങുക. യെസ്, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൽ നിന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ നാവിൻ്റെ അധികാരത്തിൽ നിന്ന് ജീവൻ്റെ വാക്കുകൾ വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. യേശുവെ കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ വചനങ്ങളെ പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഞങ്ങൾ സൗഖ്യമായിരിക്കും. കർത്താവെ, ഈ വ്യക്തികളുടെ, ഈ കുടുംബത്തെ നോക്കി ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ. ഇന്നത്തെ ദിവസം ഇവർക്ക് അനുഗ്രഹമായിരിക്കും. ഇന്നിവർ അതിശയങ്ങൾ കാണും, ഇന്നിവർ അത്ഭുതങ്ങൾ കാണും യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങളുടെ മനോഭാവങ്ങൾക്കൊരു മാറ്റമുണ്ടാവട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഈ കുടുംബത്തെ അനുഗ്രഹിക്കും, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ആമേൻ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ചില നല്ല കാര്യങ്ങൾ പറയാൻ ഈ പ്രിയപ്പെട്ടവർ ഒരുക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. അവർ സാഹചര്യങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, സാഹചര്യങ്ങളെ നോക്കി പ്രഖ്യാപിക്കട്ടെ, സാഹചര്യങ്ങളെ നോക്കി കൽപ്പിക്കട്ടെ. നല്ലത് വിളിച്ചു വരുത്തട്ടെ. സ്തോത്രം. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവമേ, ഈ മക്കളും കൽപ്പിച്ച് ചിലത് വിളിച്ചു വരുത്തട്ടെ. സ്തോത്രം. ഇവർക്കുള്ള നന്മകൾ നല്ലതാണെന്ന് അവർ പറയട്ടെ. നോഹയെ ജനിച്ചപ്പോൾ മാതാപിതാക്കൾ പറഞ്ഞതുപോലെ ആശ്വസിപ്പിക്കും. ഈ ശപിച്ച ഭൂമിയിൽ, നശിച്ച ഭൂമിയിൽ, തകർന്ന ഭൂമിയിൽ സ്തോത്രം, 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 സ്തോത്രം. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ, ആമേൻ, അതിൻ്റെ പ്രയത്നത്തെയും ദൈവം അനുഗ്രഹിക്കും, വർദ്ധിപ്പിക്കും. ആമേൻ. ഇവനൊരു ആശ്വാസമായിരിക്കും. അതുപോലെ കർത്താവെ, ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ആമേൻ. ഇവരുടെ പ്രവർത്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ പ്രയത്നങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവർ അധ്വാനിക്കുന്നതെല്ലാം റിസൾട്ട് ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ അനുഗ്രഹിക്കുന്നു. ഡിവൈൻ ഹെൽത്തും ഡിവൈൻ ബ്യൂട്ടിയും ഡിവൈൻ ഹീലിങ്ങും അവരുടെ മേലുണ്ടാകട്ടെ. രോഗിയായി കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ചാടി എഴുന്നേൽക്കട്ടെ. രോഗത്തിൽ കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. രോഗാത്മാവെ, നിന്നെ ശാസിക്കുന്നു. ആമേൻ. കടത്തിൽ നിന്ന് പുറത്തു വരട്ടെ, ജപ്തിയിൽ നിന്ന് പുറത്തു വരട്ടെ, രോഗത്തിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് കൂടെയുണ്ട്. നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ പ്രയത്നവും ഫലവത്താകും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഗോഡ് ബ്ലെസ് യു. ഷലോം. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും, ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജേഷ് ഏലപ്പാറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.